നമസ്കാരം. ഫോർട്ടുകെ ന്യൂസിലേക്ക് സ്വാഗതം. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രാരംഭഘട്ടം മുതൽ പ്രതിപക്ഷ പാർട്ടികളെ വിടാതെ പിന്തുടരുന്ന നടപടിയാണ് ബി.ജെ.പി. സർക്കാർ കൈക്കൊണ്ടിരുന്നത്. പ്രതിപക്ഷങ്ങൾക്കെതിരെ വിദ്വേഷ പരാമർശങ്ങൾ അഴിച്ചുവിട്ടും തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ അവരുടെ പ്രതിച്ഛായ ഇല്ലാതാക്കാൻ നെറുകെട്ട രാഷ്ട്രീയമൊക്കെ കളിച്ചാണ് ബി.ജെ.പി. മുന്നോട്ടു പോയത്. എന്നാൽ കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി ബി.ജെ.പിക്ക് തിരിച്ചടികൾ മാത്രമാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഇപ്പോൾ ബംഗാളിൽ നടന്നിരിക്കുന്നത്. തൃണമൂൽ കോൺഗ്രസിനെതിരായ പരസ്യങ്ങളിൽ നിന്ന് ബി.ജെ.പിയെ കൽക്കത്ത ഹൈക്കോടതി വിലക്കിയിരിക്കുകയാണ്. ഇപ്പോൾ തൃണമൂലിനെ മോശമായി ചിത്രീകരിക്കുന്ന പരസ്യങ്ങളിലാണ് നടപടി. പരാതിയിൽ നടപടി സ്വീകരിക്കാത്തതിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷനെ കോടതി വിമർശിക്കുകയും ചെയ്തിട്ടുണ്ട്. ടെലിവിഷൻ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ പ്രസിദ്ധീകരിച്ച പരസ്യങ്ങളിലാണ് കൊൽക്കത്ത ഹൈക്കോടതിയിലെ ജസ്റ്റിസ് സബ്യാസാച്ചി ഭട്ടാചാര്യയുടെ ഏകാംഗ ബെഞ്ച് വിധി പറഞ്ഞത്. തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടത്തിന് പുറമെ പ്രസ് കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ ചട്ടങ്ങളുടെയും ലംഘനമാണ് പരസ്യമെന്ന് കോടതി ചൂണ്ടിക്കാട്ടി. വിഷയത്തിൽ തൃണമൂൽ കോൺഗ്രസ് നൽകിയ പരാതിയിൽ സമയോചിതമായി പരിഹരിക്കുന്നതിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വീഴ്ച സംഭവിച്ചു. അതുകൊണ്ടാണ് കോടതിക്ക് ഇക്കാര്യത്തിൽ ഇടപെടേണ്ടി വന്നതെന്നും ജസ്റ്റിസ് സബ്യാസാച്ചി പറഞ്ഞു. നിശബ്ദ പ്രചാരണ ദിവസവും വോട്ടിംഗ് ദിനത്തിലും ബി.ജെ.പി. പ്രസിദ്ധീകരിച്ച പരസ്യങ്ങൾ തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടങ്ങളുടെ ലംഘനമാണ്. തീർത്തും അപകീർത്തികരവും പ്രതിയോഗികളെ അപമാനിക്കുന്നതും വ്യക്തിപരമായ ആക്രമണങ്ങളിലേക്ക് നീളുന്നതുമാണത്. നിഷ്പക്ഷവും സ്വതന്ത്രവുമായ തിരഞ്ഞെടുപ്പ് നടക്കണമെന്ന പരാതിക്കാരായ തൃണമൂൽ കോൺഗ്രസിന്റെയും ഇന്ത്യൻ പൗരന്മാരുടെയുമെല്ലാം അവകാശങ്ങളുടെ ലംഘനം കൂടിയാണതെന്നും കോടതി നിരീക്ഷിച്ചു. അടുത്തൊരു ഉത്തരവ് വരുന്നതുവരെ തുടർന്ന് അത്തരത്തിലൊരു പരസ്യവും പ്രസിദ്ധീകരിക്കരുതെന്നും കോടതി ഉത്തരവിട്ടു. മതത്തിന്റെയും ജാതിയുടെയും അടിസ്ഥാനത്തിൽ തിരഞ്ഞെടുപ്പ് പ്രചാരണം നടത്തരുതെന്ന പെരുമാറ്റച്ചട്ടങ്ങളാണ് ബി.ജെ.പി. പരസ്യങ്ങൾ ലംഘിച്ചെന്ന് തൃണമൂലിന് വേണ്ടി ഹാജരായ അഭിഭാഷകൻ കോടതിയിൽ വാദിച്ചു. ഇതേക്കുറിച്ച് തിരഞ്ഞെടുപ്പ് കമ്മീഷനിൽ പരാതി നൽകിയിട്ടും ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. ഒടുവിൽ റിട്ട് ഹർജി നൽകേണ്ടി വന്നു കമ്മീഷൻ ഇടപെടാൻ. സ്വതന്ത്രവും നിഷ്പക്ഷവുമായ തിരഞ്ഞെടുപ്പ് എന്ന തങ്ങളുടെയും വോട്ടർമാരുടെയും അവകാശമാണ് ലംഘിക്കപ്പെട്ടതെന്നും അഭിഭാഷകൻ ചൂണ്ടിക്കാട്ടി. അതേസമയം ബി.ജെ.പിയുടെ ഈ പെരുമാറ്റച്ചട്ട ലംഘനത്തിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മൗനം കോടതിക്ക് പോലും മനസ്സിലായി കഴിഞ്ഞു എന്നതാണ് സത്യം. അതുകൊണ്ട് തന്നെയാണ് കടുത്ത രീതിയിൽ കോടതി വിമർശിച്ചത്. എന്തായാലും ബി.ജെ.പിയുടെ കളികളൊന്നും ഇനി നടപ്പാകില്ല എന്ന തരത്തിലാണ് ഇപ്പോൾ തിരിച്ചടികൾ അവർക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് ഇന്ത്യ മുന്നണിക്ക് ലഭിക്കുന്ന കരുത്ത് ഇരട്ടിക്കുമെന്ന കാര്യത്തിൽ സംശയമൊന്നും വേണ്ട.